അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന്റെ 68ാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചു. ജനാധിപത്യം, ഫെഡറലിസം, മതനിരപേക്ഷ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ കോളേജ് അധ്യാപകരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന്റെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കൊല്ലം ടൗൺ ഹാളിൽ ആരംഭിച്ച സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ കേരളത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കളക്റ്റീവായിട്ട് കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ സ്ഥാപനവും, ഓരോ യൂണിവേഴ്സിറ്റിയും നന്നായി നടക്കുന്ന പോലെ, ഓരോ കോളേജ് നന്നായി നടക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെന്റിനെയും പഞ്ചായത്തുകളെയും എല്ലാം കൊണ്ട് നടക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. കാരണം ഇടതുപക്ഷത്തിൽ അങ്ങനെ ഒരു കൂട്ടായ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയമുണ്ട്. അത് കൊണ്ടു നടക്കും. ആ തുടർച്ചയുണ്ടെങ്കിൽ കേരളം അതിശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലുണ്ടായ വലിയ മാറ്റം, വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം ലോകത്തെ ഏറ്റവും വലിയ 10-15 തുറമുഖങ്ങളിലൊന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക തുറമുഖമാണ്. ഏഷ്യ മേഖലയിൽ തന്നെ 5-8 തുറമുഖമുണ്ട്. അതെല്ലാം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഇപ്പൊ വിദേശത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾ മാത്രമല്ല, തിരിച്ചാൾ വന്നുകൊണ്ടിരിക്കുക. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനും അത് നിർബന്ധിക്കുന്ന ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനേക്കാളും ഏറ്റവും സുരക്ഷിതമായി കഴിഞ്ഞ ജർമ്മൻ അംബാസഡർ ഒരു മീറ്റിംഗ് വെച്ചോട് പറഞ്ഞു, ഞങ്ങളുടെ 4000 പേർ, ജർമ്മൻകാരല്ല, അവരുടെ കമ്പനിയിൽ അലയൻസ് എന്ന് പറയുന്ന വലിയ ഇൻഷുറൻസ് കമ്പനിയിൽ 4000 പേരാണ് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നത്. ഇപ്പൊ കേരളം എഡ്യൂക്കേഷൻ ഹബ്ബാവാം, ഏറ്റവും പുതിയ ടെക്നോളജിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയുടെ ഹബ്ബാവാം, ഹെൽത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാവാം. ഇതൊക്കെ ആവാൻ പറ്റുന്ന തരത്തിലേക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഇപ്പൊ എല്ലാവരും അംഗീകരിക്കുന്നു. അത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഈ വരുന്ന ദശാബ്ദങ്ങൾ ഒരു ദശാബ്ദം മാത്രമല്ല, ഉണ്ടാവുന്ന ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചുകളായിരിക്കും. AKGCT പ്രസിഡന്റ് ഡോക്ടർ N മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. FSCTO ജനറൽ സെക്രട്ടറി MV ശശിധരൻ, AKGCT ട്രഷറർ മഞ്ജുള KV തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റഫീഖ് T വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഈ മാസം 8-ാം തീയതി സമാപിക്കും.